ഭിന്നശേഷി അധ്യാപക സംവരണത്തിലും കേട്ടറ്റിലും നിർണായക ഉത്തരവുമായി സംസ്ഥാന സർക്കാർ. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ NSSന് അനുകൂലമായ സുപ്രീംകോടതി വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കി സർക്കാർ ഉത്തരവിറക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കേട്ടറ്റ് പരീക്ഷ 2 വർഷം കഴിഞ്ഞ് അധ്യാപകർ പാസ്സായാൽ മതിയെന്നും ശമ്പളം തടഞ്ഞുവെക്കില്ല എന്നും ഉത്തരവിറക്കും. ഈ 2 വിഷയത്തിലും AGയുടെ നിയമോപദേശം തേടിയെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്. അപ്പോഴും സുപ്രീംകോടതിയുടെ ഉത്തരവിനനുസരിച്ചായിരിക്കും അന്തിമ തീരുമാനമെന്ന് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടും. ഈ വിഷയം വിശദമായി പരിശോധിച്ചു. സുപ്രീംകോടതിയുടെ നിർദ്ദേശാനുസരണം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കായുള്ള ജില്ലാതല സമിതികൾ മുഖേനയുള്ള നിയമന നടപടികൾ നടന്നുവരുന്ന സാഹചര്യത്തിലും ഇത് സംബന്ധിച്ച നടപടി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഭിന്നശേഷി നിയമന വ്യവസ്ഥകൾ ചട്ടപ്രകാരം പാലിക്കുന്ന മാനേജ്മെന്റുകളിൽ നിരവധി വർഷങ്ങളായി താൽക്കാലികമായി തുടരുന്ന അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ ക്രമീകരിക്കേണ്ടത് മാനുഷിക പരിഗണന അർഹിക്കുന്ന വിഷയമായതിനാലും പരാമർശം 13 അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷി സംവരണ നിയമവുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി തുടരുന്ന എയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് റെഗുലർ നിയമനം നൽകുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന ഹർജികളിൽ അന്തിമ വിധിക്ക് വിധേയമായി താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആൻഫ്രഡ് ഡിസൂസ ചേരുകയാണ്. ആൻഫ്രഡ്, ഈ ഭിന്നശേഷി അധ്യാപക സംവരണത്തിലും കേട്ടറ്റിലും നിർണായക ഉത്തരവുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് സർക്കാർ ഈ ഉത്തരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രി എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? അത് തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്, സംവരണത്തിൽ ഭിന്നശേഷി അധ്യാപക സംവരണത്തിൽ NSSന് അനുകൂലമായ വിധി എല്ലാ മാനേജ്മെന്റുകൾക്ക് ബാധകമാക്കി സർക്കാർ തീരുമാനമിറക്കുന്ന ഉത്തരവിറക്കാൻ പോകുന്നുവെന്ന് അപ്പോഴും ഉന്നയിച്ചിരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് സുപ്രീം കോടതി ഇത് ഏപ്രിൽ ഈ കേസിൽ അന്തിമമായ ഒരു വിധി പറയാനിരിക്കുന്നതിന് മുമ്പ് സർക്കാർ എങ്ങനെ സ്വന്തം നിലയിൽ ഒരു ഉത്തരവിറക്കുമെന്ന് തന്നെയാണ്. അതുതന്നെയാണ് ഇപ്പോൾ അല്പം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ്, കാരണം സർക്കാർ എല്ലാ മാനേജ്മെന്റുകൾക്കും ഇത് ബാധകമാകണമെന്ന് സത്യവാങ്മൂലം സർക്കാർ നൽകിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിലെ ആ ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സർക്കാർ. കാരണം സുപ്രീം കോടതി ആദ്യം NSSന്റെ വിധി ഇത് പരിശോധിക്കുമ്പോൾ, NSSന്റെ ഹർജി പരിശോധിക്കുമ്പോൾ ഇത് NSSന് അനുകൂലമായ വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും വേണമെങ്കിൽ എടുക്കാം എന്നൊരു പരാമർശം അതിലുണ്ടായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരാകട്ടെ ആ പരാമർശം വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല. സർക്കാർ അതിന് അനുകൂലമായ നിലപാടെടുത്തതുമില്ല. അപ്പോഴും ഇത് തന്നെയാണ് സർക്കാരിന്റെ മുന്നിലത്തെ പ്രധാന പ്രതിസന്ധി, സാമ്പത്തിക വിഷയം തന്നെയാണ്. എല്ലാ അധ്യാപകർ 20,000-ഓളം അധ്യാപകർക്ക് ഇതിലൂടെ സ്ഥിരം നിയമനം നൽകുകയാണെങ്കിൽ കടുത്ത സാമ്പത്തികമായ ഒരു ബാധ്യത സർക്കാർ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് സർക്കാർ ഇത്രയും നാൾ അതിലേക്ക് മുഖം തിരിഞ്ഞു നിന്നത്. എന്നാൽ ഇപ്പോൾ ക്രൈസ്തവ മാനേജ്മെന്റുകൾ വളരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി അനുകൂലമായ ഒരു നിലപാടെടുത്തേ മതിയാവൂ. അതുകൊണ്ടാണ് അടിയന്തരമായ ഒരു ഉത്തരവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആ ഉത്തരവിൽ ഈ കാര്യം പ്രധാനമായും സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായിരിക്കും അന്തിമമായ തീരുമാനം എന്നൊരു ഉപാധി കൂടി ആ ഉത്തരവിൽ ഉണ്ടാകും. പക്ഷേ എപ്പോഴും കാര്യങ്ങളൊക്കെ അനുകൂലമായി പോകും. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇനി ക്രൈസ്തവ മാനേജ്മെന്റ് അടക്കമുള്ള മറ്റു മാനേജ്മെന്റുകൾക്കൊക്കെ ഈ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട്, അതായത് സ്ഥിരം നിയമനവുമായി അധ്യാപകരെ സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കാം. അപ്പോഴേക്കും സർക്കാരിന് തിരിച്ചടികളുടെ കാലമാണെന്ന് തോന്നുന്നു. ഈ നവകേരള സർവേ ഹൈക്കോടതി ഇന്നലെ റദ്ദാക്കുകയുണ്ടായല്ലോ. ആ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകുമെന്ന് കേൾക്കുന്നു സർക്കാർ. നിയമവശം പരിശോധിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനോട് നിർദ്ദേശം നൽകിയെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ? തീർച്ചയായും. കാരണം ആ ഒരു വിഷയത്തിൽ ഏറ്റവും വലിയ കനത്ത ആഘാതമാണ് സർക്കാരിന് ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട സർവേ റദ്ദാക്കാൻ ഹൈക്കോടതിയിൽ നിന്ന് തീരുമാനമുണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ ആയുധമാക്കുന്നു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ആക്ഷേപങ്ങൾ നിരന്തരം സർക്കാർ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം വ്യാജ PR വർക്കുകൾ, വലിയ രീതിയിൽ PR വർക്കുകളാണ് ഈ 10 വർഷത്തെ ഭരണ നേട്ടത്തിന് വേണ്ടി സർക്കാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത് ഹൈക്കോടതി കൈയോടെ പിടിച്ചത് തടഞ്ഞ് 20 കോടി രൂപയാണ് ഇതിനുവേണ്ടി സർക്കാർ ചെലവാക്കാൻ പോകുന്നത്. ഇതൊക്കെ പ്രതിപക്ഷം വലിയ രീതിയിൽ ആയുധമാക്കുമ്പോൾ അത് മറികടക്കാനായി അടിയന്തരമായി ഇതിന് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനായി സർക്കാർ തയ്യാറെടുക്കുന്നത്. ഇതിന് AGയുടെ നിയമോപദേശം തേടുകയാണ്. അപ്പോഴും സർക്കാരിന് ഒരു ആശങ്കയുള്ളത്, ഒരുപക്ഷെ സുപ്രീം കോടതി പോയാലും തിരിച്ചടിയാണ് നേരിടുന്നതെങ്കിൽ ഇതിനേക്കാൾ വലിയ ആഘാതമായിരിക്കും തെരഞ്ഞെടുപ്പ് വേളയിൽ സർക്കാരിന് ഉണ്ടാവുക. അതുകൊണ്ടാണ് കൃത്യമായ നിയമോപദേശം AGയിൽ നിന്ന് തേടുന്നു. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ ഇതിനെതിരെ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുക. അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.